ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ജിംഷിദ അറസ്റ്റിലായിരിക്കുകയാണ്. അപ്പോൾ ജിംഷിദയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തതിന് ശേഷം മെഡിക്കൽ എടുത്ത് തിരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ വിഷ്വൽസാണ് ഞാനിവിടെ ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. ജിംഷിദ ഭയങ്കര ഈമാനുള്ള പെണ്ണാണല്ലോ, പുറത്തേക്ക് ഇട്ടിട്ടാണല്ലോ പോണേ. ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇന്ന് ആദ്യം മുതൽ ഇന്നത്തെ എന്തൊക്കെയാണ് ഈ ഒരു കേസ് റിലേറ്റഡ് ആയിട്ട് നടന്നതെന്നുള്ളത് നോക്കാം. രാഹുൽ ഈശ്വറും ടീമും 3,17,074 രൂപ ദീപകിൻ്റെ ഫാമിലിയുടെ അടുത്ത് എത്തിച്ചു എന്നുള്ളൊരു റീല് കാണാനിടയായി. നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ല കാര്യം എന്ന് പറയണല്ലോ. രാഹുൽ ഈശ്വർ ആൻഡ് എൻറ്റയർ ടീം ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷേ അതിങ്ങനെ റീലിൻ്റെ മുകളിൽ എഴുതി പിടിപ്പിച്ച് സ്റ്റാമ്പ് ചെയ്തിട്ട് ആ അച്ഛനമ്മേനെ ഇരുത്തിയിട്ട് കൊടുക്കാനുള്ളത് ഓബിയസ്ലി നിങ്ങൾ വീഡിയോ എടുത്തു. പക്ഷെ റീലിൽ ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് അവരുടെ മുഖത്തു കൂടി അത് എഴുതി കൊടുക്കുന്നതിൽ എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം തോന്നിയില്ല. അത് എഴുതി പിടിപ്പിച്ചത്, അതല്ലാതെ നോർമലി അത് കൊടുത്തു പോകുന്നതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ ഈ അച്ഛനും അമ്മയും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ വിഷ്വൽ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, ബട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ്. ഇവരുടെ വീടിൻ്റെ പേര് ദീപക് എന്നാണ്. ഈ അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മകനാണ്. വീടിൻ്റെ പേര് ദീപക് എന്ന് ഇട്ടിട്ട് അവർ ആ കുട്ടിയെ വളർത്തി 42ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ ഇങ്ങനൊരു ആരോപണം സഹിച്ച് സ്വയം ഇല്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കുള്ളൊരു വേദന എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ശരിക്കും ഈ ജംഷിദേൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും സംസാരിക്കുന്നവരോടോ ടൈം പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്തായാലും 14 ദിവസം റിമാൻഡിൽ മഞ്ചേരി ജയിലിൽ ജംഷിദ ഉണ്ട്. VIP ട്രീറ്റ്മെൻറ്റ് ജംഷിദയ്ക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പർദ്ദ ഇട്ടത് തന്നെ ഒരുമാതിരി VIP ട്രീറ്റ്മെൻ്റ് ആണ്. കാരണം ഇന്ന് രാവിലെ മുതൽ പത്രമാധ്യമങ്ങളെ അറിയിക്കാതെ വളരെ സീക്രട്ടായിട്ട് ഇവർ സ്പെഷ്യൽ സ്ക്വാഡാണെന്ന് തോന്നുന്നു, അവർ കൃത്യമായ നീക്കങ്ങളായിരുന്നു ജംഷിദയെ പിടിക്കാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. രാവിലെ 10 മണിക്ക് തന്നെ ജംഷിദ കസ്റ്റഡിയിലുണ്ട് പോലീസിനെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അറിവ്. അതിപ്പോൾ കിട്ടിയ അറിവ് കേട്ടോ, രാവിലെ ഇതൊന്നും അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പർദ്ദ ജംഷിദയെ കൊണ്ട് പർദ്ദയും മാസ്ക് പിടിപ്പിച്ചത് തന്നെ പോലീസുകാരായിരിക്കും. ഓക്കെ, പ്രൈവറ്റ് വെഹിക്കിളിലാണ് കൊണ്ടുപോയത്. അത് അവിടുത്തെ പോലീസ് ഓഫീസറിൻ്റെ തന്നെ കാറാണെന്നും അതിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഒരു വഴിക്ക്. എന്താണെങ്കിലും ഈ പർദ്ദ കേസ് ഞാൻ പറഞ്ഞല്ലോ, ജിംഷിദയായിട്ട് ഇട്ട പർദ്ദയാവാൻ ചാൻസ് ഇല്ല, പോലീസുകാരായിട്ട് ധരിപ്പിച്ച പർദ്ദയാവാനുള്ള ചാൻസ് ഞാൻ പേഴ്സണലി കാണുന്നുള്ളൂ. കാരണം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കേസായതുകൊണ്ടായിരിക്കണം പോലീസുകാർ അങ്ങനെ ചെയ്തത്. കാരണം ഇപ്പോൾ മഞ്ചേരി ജയിലിലേക്കൊക്കെ ജിംഷിദേനെ കൊടുന്നപ്പോഴുള്ള വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടതാണ്. നാട്ടുകാർ കൈ കിട്ടിയ പാണി വാളും എന്നുള്ളത് കൊണ്ട് തന്നെ ചെയ്യിച്ചതായിരിക്കണം. ജിംഷിദേൻ്റെ ഒരു മോട്ടിവേഷൻ ഇതിനിടയിൽ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് വേദന മാത്രല്ലേ തരുന്നുള്ളൂ. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല, അത് സത്യവും കരുണയും നീതിയും ഒക്കെയാ. ഇതൊക്കെയൊന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പലസ്തീനിലും അതുപോലെ ലോകത്തിന്റെ എല്ലാ കോണിലും സമാധാനത്തിന്റെ വെളിച്ചം പരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇട്ട റീലിനെ സ്വയം ഒരു 10 വട്ടം ഇരുന്ന് കണ്ടിരുന്നുണ്ടെങ്കിൽ ഈ ഗതികേട് ഈ മോക്ക് വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ജിംഷിദയുടെ അറസ്റ്റിലുള്ള കുറച്ച് ദുരൂഹത എലമെൻറ്റ്സ് ഉണ്ട്. ന്യൂസ് 18 ഒരു ന്യൂസ് കാണാം. നമസ്കാരം. ഷിംജിത് അറസ്റ്റിലായി, പക്ഷേ നിങ്ങൾ സന്തോഷിക്കാനൊക്കെ വരട്ടെ, ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ചില കളികൾ നടക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് അതീവ നാടകീയമായ കളികൾ എന്നുള്ള ആരോപണം വളരെ ശക്തമായി നിൽക്കുകയാണ്. ഷിംജിത്തെ അറസ്റ്റ് ചെയ്തത് രാവിലെ 10:30 മണിക്കാണ്. മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഒരു തരത്തിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ വളരെ പരക്കെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ പരക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുപോകുകയെ സ്വകാര്യ വാഹനത്തിൽ ഷിംജിത്തെ കൊണ്ടുപോകുക. ആരാണ് ഈ ഷിംജിത? സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ കൊണ്ടുപോകാൻ മാത്രം എന്ത് VIP പരിഗണനയാണ് ഈ ഷിംജിതയ്ക്കുള്ളത്? ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഈ വകുപ്പ് പ്രകാരം ചുമത്തുമ്പോൾ 10 വർഷം മിനിമം അകത്താകാനുള്ള കുറ്റമുണ്ട് ഷിംജിതയ്ക്ക് നേരെ. സ്വത്തുകൾ കണ്ടുകിട്ടാനുള്ള കുറ്റവും ചിലപ്പോൾ ഷിംജിതയ്ക്ക് നേരെ ഉണ്ടാകാം. പക്ഷേ പോലീസ് ഇവിടെ ഒരു കളി നടത്തുന്നുണ്ടോ എന്നുള്ള വ്യാപകമായ വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഉയരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വകാര്യ വാഹനത്തിൽ ഒരു കൊലയാളിയെ കൊണ്ടുപോകുന്നു എന്നുള്ള വിമർശനം തന്നെയാണ് നിൽക്കുന്നത്. സൈബർ കൊലപാതകം നടത്തിയ ഷിംജിത എന്ന വ്യക്തിക്ക് ഇത്രമാത്രം പരിഗണന പോലീസ് നടത്തേണ്ട ആവശ്യം എന്താണ്? വളരെ നിർണായകമായ ചോദ്യം.
കോടതിയിൽ കൊണ്ടുപോകാൻ നോക്കുകയാണ് ഷിംജിതയെ മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി. അതിനിടയിൽ 2 ദിവസം ഷിംജിതയെ അറസ്റ്റ് ചെയ്യാതെ മിണ്ടാതിരുന്ന പോലീസിന് എന്താണ് പറയാനുള്ളത്? വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പിടികൂടാൻ പോലീസിന് 48 മണിക്കൂറായിട്ടും കഴിഞ്ഞിട്ടില്ലേ? കേരള സമൂഹം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരുപാട് ചർച്ചകൾ, അന്തിച്ചർച്ചകൾ, ജനങ്ങളുടെ വികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ഈ നിർണായകമായ കേസിൽ 48 മണിക്കൂറായി ബന്ധുവീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഷിംജിതയെ അറസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ കേരള പോലീസ് സംവിധാനം നടന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സമൂഹം പോലും വിശ്വസിക്കില്ല കാര്യം. അതിനിടയിൽ വിദേശത്ത് പോയി, അതിനിടയിൽ കടന്നു കളഞ്ഞു തുടങ്ങിയ റിപ്പോർട്ടുകൾ കിട്ടുന്നു. അതൊന്നും ഇല്ല എന്ന് പറയാൻ പോലും പോലീസ് മടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഷിംജിത ഒരു വനിതയായതിന്റെ പേരിൽ കിട്ടുന്ന പ്രിവിലേജസ് ആണോ ഇതെന്നുള്ള നാട്ടുകാരുടെ ചോദ്യത്തിന് അങ്ങേയറ്റം നിൽക്കേണ്ട ഒരു സ്റ്റാൻഡ് കൂടിയുണ്ട്. ഷിംജിത ആരാണ് ഈ VIP? ഇത്രയും സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം, പോലീസ് എസ്കോർട്ടിൽ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം എന്ത് VIP പരിഗണനയാണ് ഷിംജിതയ്ക്കുള്ള നിർണായകമായ ചോദ്യം അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കേസിലെ പ്രതിയെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച? ഈ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം ഷിംജിതയ്ക്ക് എന്ത് VIP പരിഗണനയാണല്ലോ എന്നുള്ള ചോദ്യം ധാർമ്മികമായി സ്വാഭാവികമായും ജനങ്ങൾ ഉന്നയിക്കും. പോലീസിന് നേരെ ശക്തമായ വിമർശനങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. രാവിലെ അറസ്റ്റ് ചെയ്ത ഷിംജിതയെ എന്തുകൊണ്ട് അത് വാർത്തകളിൽ നിറം പിടിച്ചില്ല, എന്തുകൊണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചില്ല എന്ന് തുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങളുണ്ട്. ദീപകിന്റെ ആത്മഹത്യ അത് നയിച്ചത് ഷിംജിതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നാട്ടുകാർ, ദീപകിന്റെ വീട്ടുകാർ, ദീപകിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും ശക്തമായി തന്നെ നിയമവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹിഡൻ അജണ്ട നടക്കുന്നുണ്ടോ? ഷിംജിതയെ സംരക്ഷിക്കാൻ മുന്നിട്ട് നിൽക്കുന്നത് ആരെങ്കിലും ഉണ്ടോ എന്ന് നിർണായകമായ ചോദ്യവും. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എല്ലാ സൈഡിൽ നിന്നും വരുന്നുണ്ട്. ഇപ്പൊ ഞാനും കണ്ട സമയത്ത് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തുവാണ് ഇത് VVIP? ഈ നാട്ടില് സിമിലർ കൈൻഡ് ഓഫ് കുറ്റകൃത്യമോ അല്ലെങ്കിൽ ഇതിലും കൂടുതലോ അല്ലെങ്കിൽ കുറഞ്ഞതോ ആയുള്ള ഗ്രാവിറ്റിയിൽ കുറ്റകൃത്യം ചെയ്ത പുരുഷന്മാർ പലരെയും ജീപ്പിൽ വിലങ്ങും വെച്ച് തലയിൽ കൂടി മറ്റേ ചാക്കൂട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്, ചീത്ത പറഞ്ഞു കൊണ്ടുപോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്, പല അവസ്ഥകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മലയാളികളുടെ മുന്നിലേക്ക് ഷിംജിത ഇങ്ങനെ ഫുൾ പർദ്ദയൊക്കെ ഇട്ട് മാസ്ക് ഒക്കെ ഇട്ട് കണ്ണ് മാത്രം കാണിച്ച് 37 മുഖം പോലും എന്താ പറയുക, അത് കാണിച്ച അവരുടെ ഡിഗ്നിറ്റി. അപ്പോൾ ഈ മരിച്ച ആൾ ഡിഗ്നിറ്റി പോയതുകൊണ്ടാണ് മരിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഇവിടെ ആരും ഈ പറയുന്ന പ്രോഗ്രസീവായിട്ടുള്ള ഫെമിനിസ്റ്റുകൾ പറയുന്നില്ല. അവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. ഇവർക്കൊക്കെ ഓക്കെ കുഴപ്പമില്ല, പറഞ്ഞിട്ട് എന്ത് കാര്യം? കാരണം എന്താ പറയുക, ഇവിടെ ആണിന് വേണ്ടി ആണ് സംസാരിക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം. അതാണ് ഇവിടുത്തെ മെയിൻ സീന്. ഇപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. അതൊക്കെയൊക്കെ നമുക്ക് വരാം. ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇത് ഫ്രം ദ ഡേ 1, അതായത് ഈ ദീപക് മരിച്ച ദിവസത്തെ കുറേ കാര്യങ്ങൾ മുതൽ ഇന്ന് ഷിംജിതയുടെ അറസ്റ്റ് വരെയുള്ള കാര്യങ്ങളിൽ അവരുടെ വീട്ടിലും അവരുടെ നാട്ടിലുമായിട്ടുണ്ടായിരുന്ന ഇത് BJP പ്രവർത്തകരാണ്. ഓക്കെ, ഇവരാണ് അവിടെ എല്ലാ കാര്യങ്ങളും നോക്കിയതും അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത് ആ ഭാഗത്ത്. അപ്പോൾ ഇവർ കുറച്ച് പേര് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മെഡിക്കൽ കോളേജ് പോലീസിന് ഒരു അവാർഡ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൊടുക്കണം. ഒരു കൊലയാളിക്ക് VIP പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് ഇപ്പോ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിട്ടുള്ളത്. നോക്കണം നിങ്ങൾ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെറുത്ത ഒരു കൊലയാളി, ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാക്കി വെച്ച ഒരു ആത്മാഭിമാനത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു കൊലയാളിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കൊണ്ടുവരാൻ വരെ മെഡിക്കൽ കോളേജ് പോലീസിന് ഭയമാണ്. അവസാനം കേരളത്തിന്റെ പൊതുസമൂഹം കേൾക്കണം, ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ SI സ്വന്തം പേരിലുള്ള കാറിൽ, ഇൻഷുറൻസ് പോലും ഇല്ലാത്ത കാറിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ച് ഒരു പ്രൊസീജിയർ എന്നുള്ള നിലയ്ക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ വരെ കൊണ്ടുവരാതെ എവിടെയോ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഏതോ വഴിയിലൂടെ കോടതിയിൽ ഹാജരാക്കി. നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, തുടക്കം മുതലേ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടറും മെഡിക്കൽ കോളേജ് CIയും ഈ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് കൃത്യമായിരുന്നു ഇത് ആത്മഹത്യാ പ്രേരണയാണെന്ന്. ആ വകുപ്പ് ചേർത്തില്ല, പൊതുസമൂഹം തെരുവിലിറങ്ങേണ്ടി വന്നു. രണ്ടാമത് FIRൽ മനഃപൂർവ്വം ഡിലേ വരുത്തി, അതിൽ വലിയൊരു വീഴ്ച വരുത്തി. മൂന്നാമത് ഈ കേസിലേക്ക് നയിച്ചത് IT ആക്ട് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമാണ്. സമൂഹ മാധ്യമത്തിലൂടെ ഒരു സ്ത്രീയെ ലൈംഗികാതിക്രമണം നടത്തി എന്ന വ്യാജ വാർത്തയുണ്ടാക്കി അദ്ദേഹത്തെ ആഭാസൻ, സ്ത്രീലമ്പടൻ എന്നൊക്കെ വിളിച്ച് ഇനി ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ഇനി എനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരമില്ല എന്ന് തോന്നിയിട്ടാണ് ആ സഹോദരൻ മരിച്ചത്. അങ്ങനെ വരുമ്പോൾ ആദ്യം വരേണ്ട വകുപ്പ് IT ആക്ട് 2000 പ്രകാരമുള്ള വകുപ്പുകളാണ്.
കാര്യങ്ങളാ അതിൽ ചേർത്തിട്ടില്ല. ഞങ്ങൾ 4 പേരായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് FIR ഇട്ടിട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് CI ആണ് അവിടെ ഉണ്ടായിരുന്നത്. CI നമ്മൾ SIനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ്, ഇന്ന ആളെ പേരിൽ ഇങ്ങനെ കേസ് എടുക്കണം, കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ്. അപ്പോൾ അവിടെ CI ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും, യൂണിഫോമല്ല, അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ, ഞാൻ കണ്ടു വീഡിയോ. അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, സാർ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു. പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുള്ള മാതിരിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ രാവിലെ മരണപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആൾ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അർത്ഥം ഒഴിവാക്കിയാൽ പോലെ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ഒരു സംസാര രീതിയാണ് പോലീസുകാരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ടുണ്ടായത്. ഞാൻ ആദ്യം 1-2 വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഈ FIR ഡീറ്റെയിൽസ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിംജിതയ്ക്ക് അത്ര ഗ്രാവിറ്റിയിലുള്ള കേസൊന്നും ഇവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. മനസ്സിലായോ? ഇതൊരു പൊതുവികാരമായി മാറി ഈ വിഷയത്തിൽ ഷിംജിതയ്ക്കെതിരെ പബ്ലിക് ഇത്രത്തോളം തിരിഞ്ഞ സമയത്ത് അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ഗ്രാവിറ്റിയിലുള്ള, അല്ലെങ്കിൽ അവരുടെ ക്രൈമിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചുള്ള ഗ്രാവിറ്റിയിലുള്ള ഒരു കേസല്ല ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഷിംജിതയുടെ ഫോണ് 8 മിനിറ്റ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷിംജിത 8 മിനിറ്റ് ഷൂട്ട് ചെയ്ത വീഡിയോയിൽ 2 വീഡിയോ ക്ലിപ്പുകൾ ചേർത്തിട്ടാണ് ഷിംജിത ദീപക്കിനെതിരെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബസ്സിൽ ഡ്രൈവറെയും കണ്ടക്ടറെയും ഇവർ മൊഴിയെടുത്തു, ബസ്സിലെ CCTV നോക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയ സമയത്തൊന്നും ദീപക്കിനെതിരെ ഒരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ദീപക്കിനെ പ്രതിയാക്കിയിട്ടോ അല്ലെങ്കിൽ ദീപക്കാണ് ഇതിലെ കുറ്റവാളി എന്നുള്ളതോ സ്ഥിരീകരിക്കാനോ ഒന്നും ഇന്നേ വരെ പോലീസിൻ്റെ ഭാഗത്തൊന്നും കിട്ടാത്തൊരു സാഹചര്യം. അപ്പോൾ ഷിംജിതയുടെ ഫോണിൽ ഇനി ആകെയുള്ളത് ഷിംജിതയുടെ ഫോണിലുള്ള വിഷ്വൽസാണ്. എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയാം, ഷിംജിത ഒളിവിലുള്ള ടൈമിൽ തന്നെ ആ വിഷ്വൽസിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവരെങ്ങനെയും പുറത്തിട്ടിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ ഭാഗം ക്ലിയർ ആക്കാനുള്ള ശ്രമം അവർ നടത്തും. ഇല്ലേ? നടത്താതിരിക്കുമല്ലോ. കാരണം ഇത്രയും പബ്ലിക് ഔട്ട്റേജ് ഉണ്ടാകുന്ന സമയത്ത് അവരത് ട്രൈ ചെയ്തിരിക്കില്ല ഒരിക്കലും. പിന്നെ ഇന്നലെയൊക്കെ കുറേ ആളുകൾ ഷിംജിത എബ്രോഡാണ്, ദുബായിലെത്തി, ഗൾഫിലെത്തി എന്നൊക്കെ പറഞ്ഞ് കുറേ മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പല ഇൻഫ്ലുവൻസേഴ്സിനെയും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയൊക്കെ അറിയിച്ച് പലരും വീഡിയോ ചെയ്ത്, അതൊക്കെ ഒരു എഫേർട്ടാണ്. ഇവളെ കണ്ടുപിടിക്കണടേ എന്നുള്ള ഒരു എഫേർട്ടിൽ എല്ലാവരും ചെയ്തിട്ട് പോയ കാര്യം മാത്രമാണ്. ഇപ്പോൾ എനിക്കും പേഴ്സണലി ഒരാൾ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിംജിതയെ പർദ്ദയിട്ട് കണ്ടു, ഫോട്ടോ എടുത്തു, അപ്പോഴത്തേക്ക് ഷിംജിത വന്നു, ഫോൺ കയ്യിൽ നിന്ന് വാങ്ങി, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് പോയി എന്നൊക്കെ. സംഗതി എന്താ പറയുക, ഞാനിത് കുറച്ച് കാലം ഈ പരിപാടി തുടങ്ങിയെന്നുള്ളതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തില്ല. കാരണം ഒരു സാധനം വരുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ അറിയാമല്ലോ എന്താവും ഐറ്റം എന്നുള്ളത്. അങ്ങനെ കുറേ പേര് പോസ്റ്റ് ചെയ്തിട്ടൊരു ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ, ഷിംജിത നാട് വിട്ടുപോയി. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ തന്നെ പറയുന്നുണ്ട്, ഷിംജിത നാട് വിട്ടു പോകാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. ഷിംജിത ഈ പറഞ്ഞ വടകര, കണ്ണൂർ, കോഴിക്കോട്, ഈ ബെൽറ്റിൽ മലപ്പുറം ഇവിടെയൊക്കെ കിടന്നങ്ങനെ ചുറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഏതെങ്കിലും കൂട്ടക്കാരും കുടുംബക്കാരും വീട്ടിലുണ്ടാവും. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വരൂ, അങ്ങനെ പോകാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല പേഴ്സണലി. അങ്ങനെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ലോക്കാണ്, ഫേസ്ബുക്ക് ലോക്കാണ്. ദുബായിൽ ഷിംജിത എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷിംജിതയുടെ ടിക്ടോക്ക് ലോക്കാക്കുമായിരുന്നു. അത് ലോക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു വലിയൊരു സംഗതിയാണ്. ദുബായിൽ ഷിംജിത എത്തിയിട്ടുണ്ടെങ്കിൽ ഓബിയസ്ലി ടിക്ടോക്ക് ലോക്കാക്കില്ല. കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് ടിക്ടോക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഷിംജിതയ്ക്ക് അത് ലോക്കാക്കാൻ പറ്റില്ല. അവൾ നല്ല റിവ്യൂയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊറ്റ കാരണം മതി ഷിംജിത ദുബായിൽ എത്തിയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഷിംജിത വിഷയത്തിൽ ഇന്നിപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ കുറേ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. News 18 ഇപ്പോൾ നടക്കുന്ന ചർച്ചയിനകത്തിരുന്ന് 2 സ്ത്രീ ജനങ്ങൾ സംസാരിക്കുന്ന വിഷയം നമുക്കൊന്ന് കേൾക്കാം. ഇവർക്കൊക്കെ ആ സ്ത്രീനെ കയ്യിൽ കിട്ടിയിട്ട് വഴിയിൽ പിച്ച് ചീന്താനോ അലറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ ഒക്കെയാണോ? ആൾക്കൂട്ട വിചാരണ നടത്താനാണോ? അതിനുള്ള ഒരു സൗകര്യം കേരള പോലീസ് ചെയ്തെന്നില്ല എന്നാണോ ഇപ്പൊ എല്ലാവരും കൂടി വിഷമിക്കുന്നത്? ആ സ്ത്രീയുടെ നിയമപരമായ എല്ലാവിധ അവകാശങ്ങളുമാണ് യാതൊരു രീതിയിലും പരിക്ക് പറ്റാതെ ഫെയർ ട്രയലിനെ ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് ഒരുക്കി കൊടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവർ കുറ്റവാളിയായി ആരോപിതയായിട്ടുള്ള സ്ത്രീയാണ്, ശരിയാണ്. വളരെ പ്രഥമദൃഷ്ടിയ അവർ കുറ്റം ചെയ്തിട്ടുമുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട പ്രോട്ടോക്കോൾ മുഴുവൻ പാലിക്കുകയും വേണം. അവരുടെ ജീവന്റെ സുരക്ഷ,
അവരുടെ മാനി, അവർക്ക് ഡിഗ്നിറ്റി ഉണ്ട്. അവർ വേറെ ആളുടെ ഡിഗ്നിറ്റി തകർത്തു എന്ന് വെച്ചിട്ട് അവരുടെ ഡിഗ്നിറ്റി തകർക്കാൻ നമുക്ക് ആരെങ്കിലും അവകാശമുണ്ടോ? അപ്പോൾ അവരുടെ ഡിഗ്നിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ആ പെൺകുട്ടിയുടെ മറ്റ് റീലുകളൊക്കെ നോക്കിയാൽ അത് കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ആ വീഡിയോയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഒരു തരത്തിലും ദീപക് ഇന്നസെൻ്റ് ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നില്ല. ഇനി അത് ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ആവുകയാണെങ്കിൽ ഞാനതിനെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് പ്രൂവ് ആയിട്ടില്ല. ദീപക് ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടി മനഃപൂർവ്വം ഇങ്ങനെ ദീപക്കിന് മാനഹാനി വരുത്തി അങ്ങനെ ദീപക് ആത്മഹത്യ ചെയ്തതാണ് എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വരട്ടെ, അന്നേരം നോക്കാം. ഈ രണ്ട് സ്ത്രീജനങ്ങളോടും ചോദിക്കാനുള്ളത് ഉളുപ്പുണ്ടോ? ഉളുപ്പ്. അതായത് ദീപക്കിന്റെ സ്ഥാനത്ത് ഷിംജിതയും ഷിംജിതയുടെ സ്ഥാനത്ത് ദീപക്കും ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്ത്രീകളും എന്താ പറയുക, ന്യൂസിൽ വന്നിരുന്ന് പറയാം, കരിയോയിലൊഴിക്കണം ആ ദീപക്കിന്റെ മുഖത്ത്, അവനെ ചാട്ടവാറിലടിക്കണം, നാട്ടുകാരുടെ മുന്നിൽ വലിച്ചഴച്ചു കൊണ്ടുപോകണം, ഒരു സ്ത്രീയെ ആക്രമിച്ച് സ്ത്രീയെ ഇല്ലാതാക്കിയ ദീപക് എന്ന് പറയുന്ന നരാധവനെ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. സ്ത്രീയുടെ ഡിഗ്നിറ്റിയെ കുറിച്ച് പറയുന്നു. എന്ത് ഡിഗ്നിറ്റി? വിത്ത് ഓൾ റെസ്പെക്ട് ഈ രണ്ട് മാഡങ്ങളോടും ചോദിക്കുന്നേ. ദീപക് ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടത് കൊണ്ട് ജീവൻ അവസാനിപ്പിച്ച ഒരുത്തനാണ്. അവന്റെ ഡിഗ്നിറ്റി കളഞ്ഞത് ഈ പറഞ്ഞ ഷംജിതയാണ്. ഇവള് കളഞ്ഞ് ഡിഗ്നിറ്റി കളഞ്ഞ് ഇല്ലാതാക്കിയോ ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ നിങ്ങൾക്ക് ഒരു വിലയില്ല. ഈ ഷിംജിതയുടെ ഡിഗ്നിറ്റിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വലുത്, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളോട് ഒറ്റ വാക്കേ ചോദിക്കുന്നത്, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എന്നുള്ളത്. ഇവരുടെയൊക്കെ ഒരു വിഷയം എന്താ വെച്ചെങ്കിൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ആണിൽ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ്, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിക്കാണും. അവർ ആ ഒരു സാധനം എടുത്തു വെച്ച് നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും അങ്ങനെ ബാഡാണ് എന്നുള്ളൊരു ഓഡിറ്റിലേക്ക് എത്തും. പിന്നെ അങ്ങോട്ട് ഫെമിനിസ്റ്റ് ആവും. ഇവിടുത്തെ മോസ്റ്റ് മെജോറിറ്റി ഇങ്ങനത്തെ ഫെമിനിസ്റ്റുകളുടെ വിഷയം കിടക്കുന്നത് അവിടെയാണ്. ശ്രീലക്ഷ്മി അറക്കൽ മുതൽ ഈ ഇരിക്കുന്ന മുതലുകളുടെ ഒക്കെ അവസ്ഥ അതാണ്. ഇവരാരും ഫെമിനിസോ അല്ലെങ്കിൽ ഫെമിനിസം എന്താണെന്ന് പറയില്ല, ഫെമിനിസ്റ്റുകളാണെന്നും ഞാൻ പറയില്ല. ഇവരൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ആണിൽ നിന്ന് ആ ചെങ്ങാതി ചിലപ്പോൾ ഏത് കഴപ്പ് മൂത്ത് ഒരുത്തനാവും, ഇവരെ തല്ലിയിട്ടോ കുത്തിയിട്ടോ ചതിച്ചിട്ടോ ഉണ്ടാവും. അങ്ങനെ ഒരുത്തനിൽ നിന്ന്, അത് ചിലപ്പോൾ അച്ഛനാവാം, ഭർത്താവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തനാവാം, ആരാണെങ്കിലും ഹൂവറിട്ടീസ്, ഇവർ ഈ ഒരു സാധനം തലയിൽ വെച്ചിട്ട് ഫുൾ ആണുങ്ങളെ എതിർക്കാറുണ്ട്. അപ്പൊ ആണുങ്ങളെ എതിർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ത്രീകളെ കണ്ണും മെയ്യും മറന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറങ്ങും വരും. ഇനി അത് എത്ര ക്രൈം ചെയ്ത പെണ്ണാണെങ്കിലും അവരെ കയറി സപ്പോർട്ട് ചെയ്യും, അപ്പുറത്തെ ഒരാണാണെന്നുണ്ടെങ്കിൽ. ആ ലെവൽ ഓഫ് മണ്ടത്തികളാണ് ഇങ്ങനത്തെ ഫെമിനിസം വിളമ്പുന്ന ആളുകൾ എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു ഐറ്റമാണ് ഈ ശ്രീലക്ഷ്മി അറക്കൽ. ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേസൊക്കെ കൊടുത്തു എന്നാണ് അറിഞ്ഞത്. എനിക്കറിയാൻ പാടില്ല എനിക്കെതിരെ കേസ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ എന്താണെങ്കിലും ശ്രീലക്ഷ്മി അറക്കലിന് തെറി വിളിക്കാനോ ചീത്ത പറയാനോ പോവാത്തത് കൊണ്ട് ഇനി കേസ് കൊടുത്താൽ ഇതിൻ്റെ എതിരെ നിൽക്കാനും പോകണില്ല. ഓക്കെ, അപ്പോൾ ശ്രീലക്ഷ്മി അറപ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറപ്പ് എന്നുള്ളതൊരു ടെക്നിക്കലി അങ്ങനെ കേസ് എടുക്കാൻ പറ്റിയ വാക്കല്ലാത്തത് കൊണ്ട് ശ്രീലക്ഷ്മി എന്ത് ചെയ്യുന്നുള്ളത് അറിയില്ലായിരിക്കും. കേസ് കൊടുത്താലും നമുക്ക് ആനമയിലൊട്ടക്കാണ് വേറെ കാര്യം. ശ്രീലക്ഷ്മി അറക്കൽ എന്താണ് എക്സ്പ്ലനേഷൻ പറയുന്നത് നോക്കാം. പിന്നെ ഒരാളുടെ ആത്മഹത്യ എന്ന് പറയുന്നത് വേറൊരാളെ സൈബർ ബുള്ളി ചെയ്യാനുള്ള ടൂൾ ആവരുത്. ഇനി ആ പെൺകുട്ടിക്കെതിരെ ഇതുപോലെ സൈബർ ആക്രമണം നടക്കുമ്പോൾ ഇനി ഇതുപോലെ ഒരു പെണ്ണ് പ്രതികരിക്കാൻ വേണ്ടി മടിക്കും. നാളെ ഇത് നമുക്ക് വേണ്ടിയല്ല പറയുന്നത്, നമ്മളെല്ലാവർക്കും വേണ്ടിയാ പറയുന്നത്. നാളെ എല്ലാവരും യാത്ര ചെയ്യാനുള്ള ഒരു അവസ്ഥ. ഇപ്പൊ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് എന്താ ചെയ്തിരിക്കുന്നത്, ഇവൾക്ക് തന്തയില്ല, ഇവള് വെടിയാണ്, ഇവള് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വീഡിയോ ചെയ്ത് ഇതുപോലെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് സൈബർ ബുള്ളിങ് അല്ലേ? നിങ്ങൾ അവർ തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെ വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് വെടി എന്ന് പറയുന്നു? ഞാൻ എവിടെയെങ്കിലും പൈസ മേടിച്ചിട്ട് സെക്സ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാന് കഷ്ടപ്പെട്ട് പഠിച്ചത് തന്നെ എനിക്ക് ഇങ്ങനെയൊന്നും പോവാതെ എനിക്ക് മാന്യമായിട്ട് പഠിപ്പിച്ച് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എനിക്കിത് പരിപാടിക്ക് പോയ പോരെ. പിന്നെ വൈബ്രേറ്റർ സെക്സിനെ പറ്റിയൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഫീമെയിൽ ബോഡിയുടെ ഓട്ടോണമിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെപ്പറ്റി പറയുന്നതുകൊണ്ട്, സ്ത്രീയുടെ സെക്ഷുവാലിറ്റിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഒരാൾ വെടിയാവുന്നില്ല. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്. സൈബർ ബുള്ളിങ് വരുമെന്ന് പേടിച്ച ഒരാൾ ആത്മഹത്യ ചെയ്ത് കാരണം വേറൊരു പെൺകുട്ടിനെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടി ഇട്ടു കൊടുക്കുന്നു. അതിനെതിരെ ഞാൻ പറയുന്നു ആ പെണ്ണിനെ സൈബർ ബുള്ളി ചെയ്യരുത്, ആ പെണ്ണ് ആത്മഹത്യ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? അപ്പൊ നിങ്ങളെല്ലാം കൂടെ എന്നെ സൈബർ ബുള്ളി ചെയ്യുന്നു. ഇതെന്താണ് ഇവിടെ വ്യത്യാസമുള്ളത്? പിന്നെ കാലാകാലങ്ങളായിട്ട് ഇവിടെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ പോകുന്ന പെൺപിള്ളേർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം
ഈ ബസ്സുകളിൽ നടക്കുന്ന പീഡനം അതെങ്ങനെയാണ് കണ്ടില്ല എന്ന് അടിക്കാൻ വേണ്ടി പറ്റുന്നത്? ഈ നിങ്ങളുടെ വീട്ടിലും ഈ സ്ത്രീകളൊക്കെ ഇല്ലേ? അപ്പൊ അവർക്ക് ഈ നിങ്ങൾ വളർന്നു വരുന്ന പിള്ളേരൊക്കെ ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ട ആൾക്കാരല്ലേ? ഇതിനു മുമ്പ് പീഡിപ്പിക്കപ്പെട്ട ആൾക്കാർ ബസ്സിൽ വെച്ചിട്ട് മസ്താനി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്ക് പാക്കർ ആരോണിമോ ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി അതൊക്കെ റിയൽ ആയിട്ടുള്ള അസോൾട്ട് ആണെന്ന് നമുക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിന്റെ അടിയിൽ എന്തൊക്കെ കമന്റ് ആണ് വരുന്നത്? എന്നോട് ഇന്നലെ അരുണിമ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഞാൻ വീഡിയോ ഇടത്തില്ലെന്ന്. കാരണം എന്താ, അപ്പം അത്രയും ലോകത്തിന് എക്സ്പോഷർ ഉള്ള ഒരാളാണ് അരുണിമ എന്ന് പറയുന്നത്. അവൾ വരെ പറയുവാണ് ഞാൻ ഇനി വീഡിയോ ഇടത്തില്ലെന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്ത്രീകളെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഈ സെയിം ഒരു അനുഭവം വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ ഇയാളുടെ മരണം നടന്ന ഉടനെ തന്നെ എല്ലാരും കൂടെ അതങ്ങ് വിധി എഴുതി നിരപരാധിയായി ഒരുത്തരെ കൊന്നു. നിരപരാധിയാണെന്ന് അയാൾ പറയാൻ വേണ്ടി സോഷ്യൽ മീഡിയ ആണോ വിധിക്കുന്നത്? ആ പെൺകുട്ടി കംപ്ലൈന്റ് ചെയ്തില്ല, അതൊക്കെ ശരി തന്നെയാണ്, അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ നിരപരാധിയാണെന്ന് വിധിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് എന്താ അധികാരമുള്ളത്? അത് അയാൾ ചെയ്തോ ചെയ്തില്ലയോ എന്നതൊന്നും നമുക്കറിയില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. 50-50 ചാൻസ് ആണ് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ നോട്ടം കൊണ്ട് വരെ സ്ത്രീകൾ അനുഭവിക്കുന്ന കാലമാണിത്. അതായത് ഞാൻ ട്രെയിനിൽ പോയപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അവന്മാർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കും, ഇങ്ങനെ സ്കാൻ ചെയ്യും. നമ്മൾ എത്ര കംഫർട്ടബിൾ അല്ലാതായി മാറുമെന്നറിയാവോ? എത്രയോ വീഡിയോകളിൽ പച്ചയ്ക്ക് പുരുഷ വിദ്വേഷം പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ ശ്രീലക്ഷ്മി അറക്കൽ. എന്നിട്ട് ഇപ്പോൾ ഒന്ന് ചോദിക്കുക, പെണ്ണുങ്ങൾ പറയുക നിങ്ങൾ ആരാന്ന്? ആണുങ്ങൾ നിങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ലേ? ഇല്ലാന്ന് ശ്രീലക്ഷ്മി അറക്കലിന് പറയാൻ പറ്റുമോ? അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞാൽ ആളൊന്നുമല്ല, ആണ് നട്ടലുണ്ടോ അയ്യ എന്താണെന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ വിഷ്വൽസ് ഞാൻ ശ്രീലക്ഷ്മിക്ക് പേഴ്സണലി അയച്ചു തരാം. അതൊന്ന്. അടുത്തത്, ശ്രീലക്ഷ്മി അറക്കൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ? ഇയാള് നിരപരാധിയാണെന്ന് വിധിക്കേണ്ടത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആണെന്നോ? അങ്ങനെയാണെങ്കിൽ അയാൾ നിരപരാധിയല്ല, അയാളാണ് തെറ്റ് ചെയ്തവെന്നുള്ളത് ശ്രീലക്ഷ്മി അറക്കൽ ആദ്യം ഒരു പോസ്റ്റ് ഇട്ട് വിധിച്ചതാണല്ലോ. ഞാൻ ശ്രീലക്ഷ്മിയുടെ പോസ്റ്റ് ഇവിടെ വായിക്കുന്നുണ്ട്. നന്നായി. കുറേ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ അല്ലേ ആത്മഹത്യ ചെയ്യുന്നത്, ഇന്ന് തിരിച്ചാകട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ ദീപക്, മരണപ്പെട്ട ദീപക് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കൊണ്ട് അവൻ അങ്ങോട്ട് മരിക്കട്ടെ എന്നോ? ഉളുപ്പില്ലേ ശ്രീലക്ഷ്മി അറക്കല്ലേ? ഞാൻ വീണ്ടും ചോദിക്കുക, മറ്റേ ഫെമിനിസ്റ്റുകളോട് ചോദിച്ചാൽ അതേ ചോദ്യം ചോദിക്കുന്നു, ഉളുപ്പില്ലേ? അപ്പം നിങ്ങൾ ഈ പറഞ്ഞ വൈബ്രേറ്റർ കേസും മറ്റേ കേസൊക്കെ ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു, അതൊക്കെ ഇൻഫർമേഷനാണ്, അവയർനെസ് ആണ്, സയൻസ് ആണ്, അതൊന്നും എനിക്ക് വിഷയമല്ല. അതൊക്കെ ശ്രീലക്ഷ്മി പറയുന്നത് നല്ല കാര്യം ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ശ്രീലക്ഷ്മി അറക്കലിനും പ്രശ്നം എവിടെ കിടക്കുന്നതെന്നറിയോ? ശ്രീലക്ഷ്മി അറക്കലിനടക്കം ശ്രീലക്ഷ്മി അറക്കലിൻ്റെ അച്ഛനോടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടുള്ള ഒരു ദേഷ്യമുണ്ട്. അതായത് ലൈഫിൽ ശ്രീലക്ഷ്മി അറക്കലിന് ഏറ്റവും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ട്രോമ തരുന്ന, എക്സ്പീരിയൻസ് തന്ന കുറേ ആണുങ്ങൾ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ലൈഫിൽ കാണും. അവരോടുള്ള വൈരാഗ്യം ബാക്കി ആണുങ്ങളോട് തീർക്കേണ്ട കാര്യം എന്താ? അതുപോലെ തന്നെ ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ആണുങ്ങളിൽ നിന്ന് പറയുമ്പോൾ ഈ വേടൻ വേറെ സ്പെസിമെനൊന്നും അല്ലല്ലോ. വേടനിൽ നിന്ന് അതിക്രൂരമായ പീഡനം അനുഭവിച്ച സ്ത്രീകൾ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ നാവ് എവിടെ പോയിരുന്നു? വെട്ടി അങ്ങോട്ട് മാറ്റി വെച്ചോ ആ സമയത്ത്? എന്നിട്ട് ഇപ്പോഴത്തെ ഫിക്സ് ചെയ്തതാണോ? അപ്പോൾ അവനവൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും ബാക്കിയുള്ളവർക്ക് വേണ്ടി വേറൊരു സ്റ്റാൻഡും. കൊള്ളാലോ. ഞാൻ എവിടെയും നിങ്ങളെ ബാക്കിയുള്ളവർ വന്ന് തെറി വിളിക്കുന്നത് ഇവിടെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, പബ്ലിക് പ്ലേസിൽ അങ്ങനെ ആണിനെയാണെങ്കിലും പെണ്ണിനെയാണെങ്കിലും വന്ന് ചീത്ത പറയുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പറയേണ്ട സാഹചര്യങ്ങളിൽ പറയാം. ഇപ്പം നിങ്ങളുടെ അതേ ടോണിൽ ബാക്കിയുള്ളവർ വരണമെന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾ പറയുന്നതിൽ ഭയങ്കര മാറ്റമുണ്ട്, വ്യത്യാസമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഇന്നും വന്ന് എഴുതിയിട്ടുണ്ടല്ലോ കുറേ കാര്യങ്ങൾ, പക്ഷെ ഒന്ന് ടോൺ ഡൗൺ ആയിട്ടുണ്ട്. ഒന്നിങ്ങനെ കുറഞ്ഞ് ഒരു പതിഞ്ഞ ശബ്ദത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ബാക്കി കൂടി കേൾക്കാം. അപ്പൊ നോട്ടം കൊണ്ട് വരാം. അപ്പം നമ്മൾ അത് വീഡിയോ എടുക്കുമ്പോൾ അവന്റെ നോട്ടം അതിനെ ഏഴെങ്കിൽ ഒരു പരിശോധിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ എല്ലാവരും എനിക്കിതിൽ റിയാക്ട് ചെയ്ത വീഡിയോ, ഇയാളുടെ മരണം അറിഞ്ഞപ്പോൾ ഞാൻ നന്നായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗ്ലാൻസിൽ കാണുന്ന ലൈംഗിക അതിക്രമം നടത്തിയ ഒരാൾ മരിച്ചു എന്നാണ്. എനിക്കതപ്പോൾ സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക അതിക്രമം നടന്ന ഒരാളാണല്ലോ. അപ്പം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ നീതിപീഠത്തിൽ നിന്ന് നമുക്ക് നീതി കിട്ടുന്നില്ല. അങ്ങനെയെങ്കിലും ഒരു നീതി കിട്ടിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാനൊരു പോസ്റ്റ് ഇട്ടു, എന്നിട്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോയി, ക്ലാസ്സിൽ പോയി. പിന്നെ ഞാൻ കുറെ നേരം കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇത് അറിയുന്നത്. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. രണ്ടാമത്തെ കാര്യം, ഞാൻ പിന്നീടാണ് എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു പറയുന്നത്, ഇത് കാണുമ്പം അവരുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ വീട്ടുകാർക്കും എന്തായിരിക്കും അവർക്ക് തോന്നുക, അവർക്ക് വിഷമം ഉണ്ടാവൂലേ എന്ന്. അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്. ശരിയാണ്, അയാൾ മരിച്ചു, ഇനി അയാളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ പെണ്ണിനെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു പെണ്ണിന് സൈബർ ബുള്ളിങ് ഏൽക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ വീട്ടുകാർക്ക് എന്ത് ഇതാക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് ഈ ഇതിനകത്തുള്ള നിങ്ങൾ എന്നെ റിയാക്ട് ചെയ്യുന്ന വീഡിയോയുടെ സത്യാവസ്ഥ. അപ്പൊ എനിക്കെതിരെ ഇപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്
അവർക്കും ഒരു ഏരിയയെ കിട്ടിയ ഒരു സന്തോഷമാണ്, ഒരു ആളെ കിട്ടിയ ഒരു സന്തോഷമാണ്. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി, അവരുടെ തെറിവിളി കേൾക്കാൻ വേണ്ടി, പബ്ലിക്കിനായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എല്ലാരും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതും ഇതും തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എല്ലാരും പറയാറുണ്ട് ഞാനുമായി ഒരു ബന്ധപ്പെടാത്ത കാര്യത്തിലാണ് ഞാൻ പോയി വള്ളികൾ പിടിക്കുന്നതെന്ന്. കറക്റ്റാണ്, ഞാനുമായിട്ട് ഇതിനകത്ത് ഒരു കണക്ഷനും ഇല്ല. പക്ഷെ നാളെ ഇവിടെ സ്ത്രീകൾക്ക് സേഫ് ആയിട്ട് നടക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വള്ളികളെല്ലാം പോയി പിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ടി വരുന്ന വില ഭയങ്കര വലുതാണ്. എന്ന് വെച്ചാൽ ഈ ഫെമിനിസ്റ്റുകളോ ആരും എന്റെ കൂടെ ഒരു ഇത് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാറില്ല. കാരണം ഒരു അൺനോൺ ആയിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ ഒരു ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്നെ അത് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാറില്ല. കാരണം എന്ന് പറയുന്നത് ഞാൻ എല്ലാ കാര്യത്തിലും ഇതുപോലെ പല കാര്യത്തിലും ക്രിട്ടിസൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഞാനൊരു LDFന്റെയോ UDFന്റെയോ BJPയുടെ അങ്ങനെ ഒരു പർട്ടിക്കുലർ ബാനർ നിൽക്കുന്ന ആളല്ല, പർട്ടിക്കുലർ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ല. അങ്ങനെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടിയേനെ. അപ്പൊ എനിക്കൊരു സൈബർ ബുള്ളിങ് വരുമ്പോൾ ഇവിടുത്തെ ആരും പ്രതികരിക്കുന്നതോ ഒന്നും ഞാൻ കാണാറില്ല. ഞാനെന്നുള്ള വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യേണ്ട. പക്ഷെ ഈ തന്തയില്ലാത്തവർ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം അത് ഓക്കെ, അതൊരു ഭാഗമാണ്, അതിന്റെ ഭാഗമാണ്, നടക്കട്ടെ. ഞാൻ കുറെ അനുഭവിച്ചു, കുറെ കാലം ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ തന്തയില്ലാത്ത ആൾക്കാരെ പറയുന്നത്, ആ തന്തയില്ലാത്തവർ എന്ന് പറയുന്ന കുട്ടികളെ അധിക്ഷേപിക്കുന്നതിനെതിരെ നിങ്ങൾ ശക്തമായിട്ട് ശബ്ദം ഉയർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു കുട്ടിയുടെയും പ്രശ്നമല്ല അവരുടെ തന്ത മോശമായി പോയത് എന്നുള്ളത്. തന്ത മോശമായി പോയതുകൊണ്ട് ഒരു കുട്ടിയും കുറ്റക്കാരാവുന്നില്ല. അതുപോലെ പല തന്തയ്ക്ക് പിറക്കുന്നതൊന്നും ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ശ്രീലക്ഷ്മി അറക്കൽ ഇപ്പം പറഞ്ഞതിലുള്ളൊരു വലിയ ബ്ലണ്ടർ ഞാൻ പറയാം. അതായത് ഈ ലേഡി ഷിംജിത എന്ന് പറഞ്ഞ ഈ ലേഡിയെ വീഡിയോ ഇട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുകയില്ലേ സൊസൈറ്റിയിൽ, അതിനിടയിൽ കമൻ്റ് ഇട്ടിട്ട് അവരെ തെറിവിളി കേൾപ്പിക്കുക എന്നൊക്കെയാണ് ഇവിടെ ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത്. ശ്രീലക്ഷ്മി അറക്കൽ അപ്പോൾ പല വീഡിയോയിൽ വന്നിട്ട് മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, നാട്ടിലെ പല വിഷയങ്ങളും വരുമ്പോൾ പലരെ കുറിച്ചും നിങ്ങളെ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ, എന്നിട്ട് കമൻറ്റ് ബോക്സിലും ഇങ്ങോട്ട് വന്ന് തെറിവിളി തുടങ്ങുമല്ലോ നാട്ടുകാർ അവരെ. അപ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ ആലോചിക്കുന്നില്ലേ, എൻ്റെ നാവിൽ നിന്ന് ഞാൻ അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ബാക്കി ഒരുത്തന് കേട്ടിട്ട് അവരെ തെറി വിളിക്കാനുള്ളൊരു നൂലാണെന്നുള്ളത്. ശ്രീലക്ഷ്മി അറക്കലിന് അതൊന്നും സ്വന്തം കാര്യം വരുമ്പോൾ ചിന്തയൊന്നുമില്ല, മനസ്സിലായി. ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അതിനകത്ത് കുറ്റങ്ങളാണ്. നൈസ്, വെരി നൈസ്. പിന്നെ ഒരു സ്ഥിരം സാധനമുണ്ട്, ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്, ഞാൻ അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നിങ്ങളിൻ്റെ കഷ്ടപ്പാട് കാണാതിരിക്കുമോ, കണ്ടിട്ട് നിങ്ങളെന്തിനാ എന്നെ ചീത്ത പറയണേ. അവിടെ കുറേ ആൾക്കാർ എന്താ വിഷയമുണ്ട്. എടേ ബ്ലഡി, പിന്നെ എന്തിനാ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് പിന്നെ വിളിച്ച് പറയാൻ നിൽക്കുന്നത്? ഇവിടെയുള്ള സ്ത്രീകൾക്ക് സേഫായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ എല്ലാ വിഷയത്തിലും ഏതെങ്കിലും പെണ്ണ് പറഞ്ഞാൽ ശ്രീലക്ഷ്മി അറക്കലിനോട് വാ അറക്കില്ലേ വാ എല്ലാത്തിലും ഇടപെടുന്നു. പിന്നോട് ആരും പറയലൊന്നുമില്ല ഇടപെടുന്നു. പിന്നെയും ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ 4 മെസ്സേജ് വരലുണ്ട്, അണ്ണാ ഒരു വീഡിയോ ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ എന്താ പറയുക, എനിക്ക് തോന്നിയ പോലെ എൻ്റെ മനസ്സമാനത്തിനാണ് ഞാൻ ചെയ്യുന്നത് വിചാരിച്ച് ഞാൻ ഉണ്ടായിരിക്കും. അല്ല ഞാൻ അവിടെ ഇത്രയും ഞാൻ വീഡിയോ ഇട്ട് ഞാൻ അവിടെ വന്നിട്ട് പറയുന്ന നാളെ ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടുന്ന മനുഷ്യനല്ലേ ഇങ്ങനെയല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ പറയാൻ പാടും. നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ വീഡിയോ ഇട്ടിട്ട് പോകണം, അവിടെ കഴിഞ്ഞു. അത് നമ്മളിപ്പോൾ അതിൻ്റെ പേരിൽ വന്നിട്ട് 4 ആളോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടുന്നല്ലേ എന്ന് വയ്ക്കുന്നതൊക്കെ. അയ്യേ എന്തെന്നാ ഇതെന്താ പറയുക, അവൻ്റെ എയർ പോയപ്പോൾ വന്ന് കരയാണല്ലോ അറക്കലേ. ശേ കുഴപ്പമില്ല, ശീലാവും. കാലൊക്കെ ഒരുപാട് മാറിയില്ലേ, പഴയ പോലെയല്ല. പിടിച്ചിക്കാൻ ശേഷം പാടാം. അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടൻ്റാണ്. നമ്മളെ ബൈജു ചേട്ടൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അതായത് ബൈജു ചേട്ടൻ, ഇപ്പം ഞാൻ ഇന്നലെ വന്ന ബാഗ് പൊന്തുന്നതിൻ്റെ കാര്യമൊക്കെ എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈജു ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്ക്, എന്നിട്ട് നമുക്കിതിൽ 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. ബൈജു ചേട്ടൻ ചെയ്ത സിമിലർ കോണ്ടൻറ്റ് അതുപോലെയാണ് എനിക്ക് ജിഞ്ചർ മീലിൽ ഞാൻ കൊടുത്തൊരു ഇൻ്റർവ്യൂ, അതായത് ഈ ഒരു ബസ് കേസുമായിട്ട് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അതിനടിയിലൊരു വ്യക്തി സിമിലർ കോമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കോമൻറ്റ് സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഇതല്ലാതെ ബൈജു ചേട്ടൻ ചെയ്ത ആ കണ്ടന്റ് നമുക്കൊന്ന് കാണാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, യുവതി പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ്. എന്റെ നാടാണ് പയ്യന്നൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ 1.25 കിലോമീറ്റർ ആണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്താൻ എടുക്കുന്ന സമയം. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ മുതലാളി ചോദിച്ചാൽ നമ്മുടെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായി ബസ് ജീവനക്കാർക്കോ ബസ് ഡ്രൈവർക്കോ യാതൊരു അറിവുമില്ല. അതുമല്ല, ബസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ബസ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴെങ്കിലും അവിടെ ഹോം ഗാർഡ് ഉണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. പോലീസ് ആടെ ഉണ്ടായിരുന്നു, ഹോം ഗാർഡ് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ
കംപ്ലൈൻറ്റ് പറയായിരുന്നു. നമ്മൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇവരോട് ആരോടും ഒന്നും പറയാതെ ബസ്സിനകത്ത് ഷിംജിത റീൽ എടുക്കുന്നത് പോലെ പകർത്തിയ ആ വീഡിയോ ഫുട്ടേജ് മാത്രം കയ്യിലെടുത്ത് ഷിംജിത നടന്നുപോയി. ഇനി ഷിംജിത പറഞ്ഞതുപോലെ ആദ്യത്തെ 2 മിനിറ്റാണ് ഷിംജിത സഫർ ചെയ്തതെങ്കിൽ ഷിംജിത ആദ്യം പറയുകയുണ്ടായി, ആദ്യം മുമ്പിലുള്ള ഒരു കുട്ടിക്ക് ഇറിറ്റേഷൻ സംഭവിച്ചു, എന്നോട് ദീപക് പെരുമാറുന്നത് അതിന് ശേഷമാണ് എന്നാണ് പറഞ്ഞത്. ഈ 4 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിക്കോട്ടെ, ഈ 5 മിനിറ്റ് കൊണ്ട് നടന്ന സംഭവമാണ് ഇതൊക്കെ ഷിംജിത. പ്രിയപ്പെട്ടവർ, ഈ വിഷയത്തിലുള്ള എൻ്റെ പ്രധാനപ്പെട്ട 3 ആശങ്കകൾ ഞാൻ പറയട്ടെ. കോഴിക്കോട് സ്വദേശിയായ ദീപക്കും വടകര സ്വദേശിയായ ഷിംജിതയും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്തിന്? അതിൽ ദീപക് വന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കാരണം കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ഏരിയ. അവിടെ വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പല കടകളിലും എത്തിച്ചേർന്നത്. പക്ഷെ ഷിംജിത എന്തിനാണ് പയ്യന്നൂരേക്ക് വന്നത്? ഇതുവരെയും അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല. സംശയം നമ്പർ 2, ഇദ്ദേഹം മരിച്ചു എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞ വിവരപ്രകാരം തലേ ദിവസം ദീപക് 45,000 രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി ഈ 2 വിവരങ്ങളും ലിങ്ക് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങൾ കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ്. മണി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈവൻ സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഷിംജിതയുടെ POVയിൽ പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആ പണത്തിന് വേണ്ടി ഷിംജിത എത്രയോ മാസങ്ങളായി തയ്യാറെടുത്തുണ്ടാക്കിയ ഒരു റീൽ നാടകം മാത്രമായിരുന്നു ഇത്. ഷിംജിത സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിമിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഷിംജിത കോപ്പുകൂട്ടി കാത്തിരുന്ന സമയത്താണ് മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാണ്. തെളിവുകൾ പറഞ്ഞു വരുന്നത് ഷിംജിതയ്ക്ക് ദീപകിനെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അറിയാമെന്നാണ്. ദീപകിന് ഒരിക്കലും ഷിംജിതയെ അറിയാൻ വഴിയില്ല. ദീപകിന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഈ 2 ദിവസങ്ങളിലായി വന്ന ഫോൺ കോളുകൾ പരിശോധിക്കണമെന്ന്. ദീപകിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായി ഈ ഷിംജിത കൈക്കലാക്കിയിരിക്കണം. ആ പണത്തിനും ഫെയിമിനും വേണ്ടിയാണ് ഷിംജിത ആ വൈറൽ വീഡിയോ എടുത്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. മണി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതാവും തെളിവുകൾ നമുക്ക് മുന്നിലേക്ക് നിർത്തുന്ന സത്യം. ഒരു വീടിന്റെ ഐശ്വര്യമായിരുന്ന ചെറുപ്പക്കാരൻ, ഒരു വീടിന്റെ അത്താണിയായിരുന്ന ചെറുപ്പക്കാരൻ, അച്ഛന്റെയും അമ്മയുടെയും പൊന്നുമോൻ. ഈ വേർപാടിന് മുമ്പിൽ നീതി ലഭിക്കേണ്ടത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, ഹൃദയം നുറങ്ങുന്ന വേദനയുമായി സ്വന്തം മകനെ ഓർത്ത് ഇപ്പോഴും നെഞ്ചുപൊട്ടി കഴിയുന്ന ആ പാവം വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കുമാണ്. സത്യം ചെയ്യിക്കട്ടെ, സത്യം മാത്രമാണ്. ബൈജു ചേട്ടൻ ചെയ്ത വീഡിയോനകത്ത് ഈ പൈസ ഇങ്ങേരെടുത്ത് വെച്ചതും പിന്നെ ഷിംജിത ഒരു ഹണി ട്രാപ്പിന് ശ്രമിച്ചോ എന്നുള്ള എലമെൻറ്റും, ഷിംജിതയുടെ പഴയ റീല് പണമാണ് വലുത് എന്ന് പറയുന്ന റീല്, ഇതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. അതൊക്കെ പോലീസ് അന്വേഷണത്തിൽ തെളിയട്ടെ. പക്ഷേ വേറൊരു കാര്യം പറയാം, 4 മിനിറ്റാണ് റെയിൽവേ സ്റ്റേഷൻ ടു ബസ് സ്റ്റാൻഡ് ദൂരം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനിയിപ്പോൾ അതൊരു 10 മിനിറ്റ് എടുത്തെന്ന് വിചാരിച്ചു. 8 മിനിറ്റാണ് ഷിംജിത ക്യാപ്ചർ ചെയ്ത വീഡിയോയുടെ ലെങ്ത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, മൾട്ടിപ്പിൾ വീഡിയോസ് 8 മിനിറ്റാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത്. അത് ഭയങ്കര മിസ്മാച്ചിങ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. 8 മിനിറ്റ് വീഡിയോ പറയുമ്പോൾ എവിടെ മുതൽ എടുത്തു തുടങ്ങി അതിൽ തന്നെ ഉണ്ട് ഇതൊരു ഓക്കെ, ഷിംജിത റെഡിയാണ് ഈ ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് എന്നുള്ളത്. പിന്നെ ഇങ്ങനെ സംസാരിച്ചുള്ള മെയിൻ പോയിന്റ്, എന്തിനാണ് ആ സ്ഥലത്ത് ഇവിടെ ജിംഷിത പോയത്? ജിംഷിത പോയത് എന്തിനാ? അത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ മാത്രം കിട്ടേണ്ട ഒരു ഉത്തരവാണ്. ഷിംജിത പോയി കഴിഞ്ഞ് അവിടുന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞ് അത് വീട്ടിലെത്തി ഷിംജിത തന്നെയാണോ എഡിറ്റ് ചെയ്ത്, അത് ഷിംജിതയ്ക്ക് വേണ്ടി വേറെ ആരെങ്കിലും ഇത് എഡിറ്റ് ചെയ്ത് കൊടുത്തോ? ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. അതൊരു വേറെ ക്വസ്റ്റ്യനാണത്. അങ്ങനെയാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് കൊടുത്ത ആൾ പെടും. നാളെ അങ്ങനെ ഒരു ക്യാരക്ടർ ഇതിലേക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. ഇത് ഷിംജിത മാത്രം പ്ലാൻ ചെയ്തിട്ട് റീലല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ, കമ്മിങ് ഡേയ്സിൽ മേ ബി നിങ്ങൾ അറിയാൻ പോകുന്നത് ഷിംജിത വീഡിയോ എടുത്തു, ഷിംജിത ഈ എടുത്ത വീഡിയോ സുഹൃത്തിന് കാണിച്ചു കൊടുത്തു, സുഹൃത്ത് ഷിംജിതയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ആണ്, സുഹൃത്തിന് ചിലപ്പോൾ നാളെ പൊക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബൈചേട്ടൻ പറഞ്ഞ മറ്റേ ആംഗിൾ ഡെഫിനറ്റ്ലി അത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. ഈ പൈസയുടെ റീൽ അവർ വെറുതെ ഇട്ടതായിരിക്കണം. കാരണം ഇപ്പോൾ ഞാനും ഇടയ്ക്ക് പറയാറുണ്ട്, പണമാണ് വലുത്. പണം തന്നെയാണ്, പണമാണ്. പണം ഗിവ്സ് ദ കോൺഫിഡൻസ്. അത് വേറൊരു സാധനമാണ്. പക്ഷെ പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് അത് കുറച്ചും കൂടി ടൈം എടുക്കും ജിംഷിതയുടെ കേസിൽ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പോൾ 45,000 രൂപ ഇദ്ദേഹം വീട്ടിൽ എന്തിനെടുത്ത് വെച്ചു എന്നുള്ളൊരു സംഗതി ഉണ്ട്. ഷിംജിതയ്ക്ക് കൊടുക്കാൻ അങ്ങനെ അവർ തമ്മിൽ ബന്ധം അല്ലെങ്കിൽ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഷിംജിതയ്ക്ക് പൈസ കൊടുക്കാൻ അത് 45,000 രൂപനോ 45,000 രൂപ അയാൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുത്ത് വെച്ചതായിരിക്കും. ബർത്ത്ഡേ ചെയ്യുന്നല്ലോ, സോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചതായിരിക്കും. അത് 45,000 ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ എന്താണെങ്കിലും കേസ് പോലീസ് അന്വേഷിക്കട്ടെ. നല്ല രീതിയിൽ അന്വേഷിച്ച് പുറത്ത് വന്നാൽ ഇതൊക്കെ പെട്ടെന്ന് തെളിയിക്കാൻ പറ്റുന്നൊരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയം ഞാനിവിടെ ഇന്നത്തേക്ക് നിർത്തുകയാണ്. നാളെ ഇനി ഇവരെ ബാക്കി പരിപാടികൾ പോലീസ് അന്വേഷണത്തിൽ എന്തൊക്കെ പുറത്ത് വരും, CDR റിപ്പോർട്ടിൽ എന്തൊക്കെയാണ്, ഈ ലേഡി ആരൊക്കെ വിളിച്ചു, എപ്പോഴൊക്കെ വിളിച്ചു, ജിംഷിദയുടെ ഫോൺ കോൾ റെക്കോർഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഭയങ്കര വൈറ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ വിഷ്വൽസിൽ എന്തൊക്കെയാണുള്ളത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ.